ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. രാവിലെ മുതൽ രാത്രി വരെയുള്ള ഞങ്ങളെ വിശേഷങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഫ്രൈഡേ ആണ്. അപ്പം മോളും ഹസ്ബൻഡും ഒക്കെ വീട്ടിലുണ്ട്. അപ്പം അവർക്കൊക്കെ ഇന്ന് ലീവാണല്ലോ. അപ്പം അന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കേട്ടോ കാണിക്കുന്നത്. പിന്നെ കുറേ ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഷോർട്സ് ഇങ്ങനെ ഇടാറുണ്ട്, ലോങ് വീഡിയോസ് അങ്ങനെ ഇടാറില്ല. അപ്പം ഇന്നൊന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി അങ്ങോട്ട് വീഡിയോസൊക്കെ ഇടണം എന്നാണ് കേട്ടോ മനസ്സിൽ. അങ്ങനെ എല്ലാവരും സപ്പോർട്ടും ഉണ്ടാവണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പം നമുക്കിനി വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ രാവിലെ ഞാൻ ഇന്നും ഫ്രൈഡേ കുറച്ച് നേരത്തെ കുറേ നേരം ഉറങ്ങണം എന്ന് വിചാരിക്കും കേട്ടോ. കാരണം എല്ലാവർക്കും ലീവാണല്ലോ. പക്ഷെ അത് നടക്കാറേ ഇല്ല. നമ്മൾ ഡെയിലി എണീക്കുന്ന ആ ഒരു ടൈം ആകുമ്പം ഓട്ടോമാറ്റിക്കലി ആ ഒരു സമയത്ത് കണ്ണ് തുറക്കും കേട്ടോ. അപ്പോൾ ഇന്നതുപോലെ ഒരു 7 മണി വരെ ഉറങ്ങി കേട്ടോ. 7 മണിക്ക് എണീറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റ് തന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പണി തുടങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ആദ്യം തന്നെ നമ്മുടെ മുട്ട എടുത്തിട്ട് ബോയിൽ ചെയ്യാൻ വെക്കുകയാണ് കേട്ടോ. ഇപ്പം കുറച്ചായിട്ട് ഹസ്ബൻഡും ഡെയിലി മുട്ട കൊടുക്കാറുണ്ട്. കാരണം പ്രോട്ടീനാണല്ലോ, നല്ലൊരു പ്രോട്ടീനാണ് മുട്ട. അപ്പം അത് കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ കാർബ് മാക്സിമം കുറച്ചിട്ട് പ്രോട്ടീന് ഫൈബേഴ്സ് അടങ്ങിയ ഫുഡൊക്കെ നല്ലോണം കഴിക്കുന്നതായിരിക്കും നമ്മുടെ ഹെൽത്തിനൊക്കെ നല്ലത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം തന്നെ 4 മുട്ട എടുത്ത് ബോയിൽ ചെയ്യാൻ വെച്ചു. പിന്നെ ഞാൻ എൻ്റെ ഡീറ്റോക്സ് വാട്ടർ കേട്ടോ. അപ്പം എംപ്റ്റി സ്റ്റൊമക്കിൽ ഇപ്പം ഞാൻ ഇന്നും ഒരു വർഷമായിട്ട് ഞാൻ മുടങ്ങാതെ കുടിക്കുന്നതാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യും. 1-2 ദിവസമൊക്കെ സ്റ്റോപ്പ് ചെയ്യും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഡീറ്റോക്സ് വാട്ടർ ഞാൻ മാറ്റി പിടിക്കാറുണ്ട് കേട്ടോ. ചിലപ്പോൾ ജീരക വെള്ളമായിരിക്കും കുടിക്കുക, ചില ദിവസം ഇഞ്ചിയിട്ട വെള്ളം കുടിക്കും, ചിലപ്പോൾ ഉലുവൻ്റെ വെള്ളം അതൊക്കെയാണ് കേട്ടോ കുടിക്കുക. അല്ലെങ്കിൽ നമ്മുടെ ചിയാ സീഡ് കേട്ടോ. ഇതാകുമ്പം ചിയാ സീഡ് നമ്മൾ എടുക്കുന്ന സമയത്ത് നന്നായിട്ട് നമ്മൾ വെള്ളം കുടിച്ചു കൊടുക്കണം കേട്ടോ. കാരണം ബോഡി പെട്ടെന്ന് ഡീഹൈഡ്രേറ്റ് ആവും ഈ ചിയാ സീഡ് കുടിക്കുമ്പോൾ കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു 3 ലിറ്റർ മിനിമം നമ്മളൊരു ദിവസം വെള്ളം കുടിച്ചിരിക്കണം. അപ്പം ഞാൻ ഇന്ന് ചിയാ സീഡിൻ്റെ വെള്ളമായിട്ട് കൊടുക്കുന്നത്. അപ്പം ഞാൻ കുറച്ചൊന്ന് ഹോട്ട് വാട്ടറിലും പിന്നെ ബാക്കി നമ്മൾ നോർമൽ വാട്ടറിലുമാണ് കേട്ടോ കുടിക്കാറ്. അതൊരു 10-15 മിനിറ്റ് സോക്കായി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കുടിക്കാം കേട്ടോ. അങ്ങനെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് ഞാൻ രാഗിപ്പത്തിരി ആയിട്ട് ഉണ്ടാക്കുന്നത്. പൊതുവേ എല്ലാവർക്കും ഇഷ്ടം നമ്മുടെ അരിപ്പത്തിരിയാണ്. പിന്നെ കുറച്ചൊന്ന് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ രാഗിപ്പത്തിരി ഉണ്ടാക്കുന്നത്. ധോമോക്കും ഇഷ്ടമാണ് കേട്ടോ രാഗിപ്പത്തിരി ഉണ്ടാക്കുന്നത്. പിന്നെ പത്തിരികൾ കറി കൂട്ടി കഴിക്കുമ്പോൾ വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നും എനിക്ക് തോന്നാറില്ല കേട്ടോ. 2 പത്തിരിക്കും ഒരേ ടേസ്റ്റായിട്ട് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. എല്ലാവരുടെ കാര്യം എനിക്കറിയില്ല കേട്ടോ. പിന്നെ ഞാൻ തലേന്നത്തെ കറി ഉണ്ടായിരുന്നു കേട്ടോ, ബാക്കി ഉള്ളിക്കറി ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഈ മുട്ട ബോയിൽ ചെയ്തതും കൂടെ ഇട്ടാൽ കറി സെറ്റാവും കേട്ടോ. അങ്ങനെ പിന്നെ ഈ രാഗിപ്പത്തിരി ഉണ്ടാക്കാനും ഭയങ്കര ഈസിയാണ്. നമ്മൾ പത്തിരി കുഴച്ച് വെക്കുന്ന പോലെ കുഴയ്ക്കാനൊന്നും നിൽക്കണ്ട. ജസ്റ്റ് ഒന്ന് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടിട്ടൊന്ന് വാട്ടിയെടുത്തിട്ട് പിന്നെ ഇങ്ങനെ ബോളാക്കിയിട്ട് ഇതുപോലെ പ്രസ്സിലമർത്തിയിട്ട് ഇട്ടാൽ മതി കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ പത്തിരിയും കൂടെ റെഡിയാക്കുന്നുണ്ട്. പൊതുവേ എല്ലാ ഫ്രൈഡേ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാറാണ് കേട്ടോ പതിവ്. പക്ഷേ ഈയിടെയായിട്ട് ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് നിർബന്ധമാക്കിയിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും. കാരണം ഹസ്ബൻഡിന് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് നിർബന്ധം. ഞാൻ ഉണ്ടാക്കാത്ത ദിവസം ആൾ പുറത്ത് പോയിട്ടെങ്കിലും കഴിക്കും കേട്ടോ ഫ്രൈഡേകളിൽ കേട്ടോ. അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കും. ഈ സാൻഡ്വിച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാറ്. പിന്നെ ഇപ്പം സമയമൊക്കെ ഉണ്ടല്ലോ, നേരത്തെ എണീക്കുന്നതല്ലേ വിചാരിച്ചിട്ടാണ് ഈ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ ഈ രാഗിപ്പത്തിരിയൊക്കെ നമ്മുടെ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്നവർക്ക് നല്ലൊരു ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ. രാഗിപ്പത്തിരി രാഗി കൊണ്ട് തന്നെ നമുക്ക് ദോശ ഉണ്ടാക്കാം, പുട്ടുണ്ടാക്കാം, അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. എൻ്റെ വെയിറ്റ് ലോസിന് ഏറ്റവും കൂടുതൽ എന്നെ സഹായിച്ചതും ഈ ഒരു സാധനം തന്നെയാണ് കേട്ടോ, രാഗി. കാരണം എനിക്ക് പത്തിരി കഴിക്കാൻ തോന്നുമ്പോൾ ഞാൻ രാഗിപ്പത്തിരി ഉണ്ടാക്കും. പിന്നെ പുട്ട് രാഗി കൊണ്ടുള്ള പുട്ടുണ്ടാക്കും, ദോശ. അവർക്കൊക്കെ ഞാൻ അരിദോശ ഉണ്ടാക്കുമ്പോൾ എനിക്ക് രാഗി ദോശനായിട്ട് ഉണ്ടാക്കാറ്. പിന്നെ കറികളൊക്കെ നമുക്ക് എന്തും കഴിക്കാമല്ലോ. അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു ഓപ്ഷനാണിത് ഈ വെയിറ്റ് ലോസൊക്കെ ചെയ്യുന്നവർക്ക് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് വാട്ടർ മെലോണും ബാക്കിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിപ്പം രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് വാട്ടർ മെലോണും മുട്ടയാട്ടോ എടുക്കുന്നത്. ഞാൻ പത്തിരി കഴിക്കുന്നില്ല. കാരണം ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ സ്പെഷ്യലായിട്ട് കപ്സ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് കുറച്ചധികം കഴിക്കണമെങ്കിൽ രാവിലെ നമുക്ക് ഒന്ന് പിടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഞാൻ രാഗിപ്പത്തിരി ധോമോക്കും ഹസ്ബൻഡിനും മാത്രമേ ഉണ്ടാക്കിയത്. ആ സമയം നമ്മുടെ എഗ്ഗ് ഇവിടെ ബോയിലാവുന്നുണ്ട് കേട്ടോ. അതൊരു 10 മിനിറ്റ് ആയി അത് ഓട്ടോമാറ്റിക്കലി ഓഫ് ആയിക്കോളും. പിന്നെ ആ ഒരു കാര്യത്തിൽ ടെൻഷൻ വേണ്ട. അങ്ങനെ പിന്നെ ആൾക്ക് ഞാൻ ചായയും അതുപോലെ പത്തിരിയൊക്കെ സെറ്റാക്കി കൊടുത്തു കേട്ടോ.
അങ്ങനെ ആളതിരുന്ന് കഴിക്കുന്നുണ്ട്. ഇപ്പോൾ ടൈം ഒരു 8 മണി ആയിട്ടുള്ളൂ കേട്ടോ. ധോമോളൊന്നും എണീറ്റിട്ടില്ല. അപ്പം ഞാൻ പിന്നെ കുറച്ച് ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാണ്ടായിരുന്നു, അതൊക്കെ പോയി വാഷിംഗ് മെഷീനിലിട്ടു. പിന്നെ ഞാൻ ഇനി ഒന്ന് കപ്സയാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതിന് വേണ്ടി നമ്മുടെ ബസുമതി റൈസ് നമ്മൾ കുറച്ചൊരു 1 ഹവറെങ്കിലും സോക്ക് ചെയ്യാൻ വെക്കണം കേട്ടോ. അങ്ങനെ ഞാൻ അരിയൊക്കെ നന്നായി കഴുകി സോക്ക് ചെയ്യാൻ വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 3 ഗ്ലാസ് അരി കേട്ടോ എടുത്തേക്കുന്നത്. ബാക്കി നാളത്തെ അതൊക്കെ മദ്രസയാണ് ശനിയാഴ്ച. അപ്പോൾ വേണമെങ്കിൽ രാവിലെ മദ്രസയ്ക്കും കുറച്ച് കൊടുത്തു വിടാമെന്ന് വിചാരിച്ചിട്ടാണ് കുറച്ചധികം ഉണ്ടാക്കുന്നത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കബ്സ, മന്തി, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. വീട്ടിലുണ്ടാക്കുന്ന മന്തി എനിക്ക് അത്ര വലിയ താല്പര്യമില്ല, പക്ഷേ കബ്സ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് കബ്സ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുക. പിന്നെ ഉള്ളിക്കും തക്കാളിക്കും ഇപ്പോൾ ഭയങ്കര വിലയാണ് കേട്ടോ. ബിരിയാണി ഉണ്ടാക്കിയാൽ മുതലാവില്ല. അതുകൊണ്ട് കേട്ടോ കബ്സ ആകുമ്പോൾ അതൊന്നും വലിയ ആവശ്യമില്ല. അതൊക്കെ കഴിഞ്ഞ് ഞാൻ അത് സോക്ക് ചെയ്യാൻ വെച്ചു. പിന്നെ ധോമോളെ ബെഡ്റൂമിൽ ഞാൻ ഇതുപോലെ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് വെക്കാറുണ്ട്. ഡെയിലി എനിക്കത് മാറ്റേണ്ടി വരും കേട്ടോ. കാരണം ആളതിലുള്ള പേപ്പറും നമ്മളെ പെൻസിലൊക്കെ ഷാർപ്പ് ചെയ്തതും ഒന്നായിട്ട് അതിൽ കുത്തി നിറച്ചിട്ട് കേട്ടോ. ഡെയിലി അത് ചേഞ്ച് ചെയ്താലേ എനിക്ക് സമാധാനം കിട്ടുള്ളൂ. അങ്ങനെ ഞാൻ അതിനൊരു എക്സ്ട്രാ കവറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആൾ നല്ല ഉറക്കമാണ് കേട്ടോ. ഒരു 8:30 വരെ ആൾ നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിളിച്ചു കേട്ടോ. കാരണം പിന്നെ അധികം നേരം ഉറക്കിയാൽ പിന്നെ രാത്രി ആൾ ഉറങ്ങില്ല. നാളെ രാവിലെ എണീറ്റ് മദ്രസയിലും പോകാനുള്ളതല്ലേ വിചാരിച്ചിട്ട്. അതുകൊണ്ട് ആൾ എണീറ്റ് ബ്രഷൊക്കെ ചെയ്ത് ഇപ്പോൾ ഒക്കെ ഒറ്റയ്ക്ക് ചെയ്യും ആൾ. അതുകൊണ്ട് തന്നെ നല്ല സുഖമാണ് കേട്ടോ. ഒറ്റയ്ക്ക് തന്നെ പോയി ബ്രഷ് ചെയ്യും, ഫേസൊക്കെ വാഷ് ചെയ്തൊക്കെ നന്നായി വാഷൊക്കെ ചെയ്ത് വന്നോളും. അതിനകത്ത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്ത് അവിടെ ഇരുത്തിയിട്ടുണ്ട് ആളെ. പിന്നെ ഞാൻ അപ്പോൾ കുറച്ച് ഡ്രസ്സുകളൊക്കെ മടക്കി വെക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നീറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഹസ്ബൻഡ് ചിക്കൻ വാങ്ങാൻ പോയതാണ് കേട്ടോ. അപ്പോൾ രാവിലെ പോയി ചിക്കൻ നല്ല ഫ്രഷോടെ വെട്ടിക്കൊണ്ടുവരും കേട്ടോ. അതാണ് ഏറ്റവും നല്ല സുഖം ഫ്രൈഡേ. അപ്പോൾ ഞാനുള്ള വേസ്റ്റ് മൊത്തം എടുത്ത് കളയാനും കൊടുത്തിട്ടുണ്ട്. തേഴ്സ്ഡേ ഈവനിങ് സാധനങ്ങൾ വാങ്ങാൻ പോകാൻ ഭയങ്കര മടിയാണ് കേട്ടോ ഞങ്ങൾക്ക് 2 പേരും. കാരണം അത്രയ്ക്കും ബില്ല് ചെയ്യാൻ ക്യൂ നിൽക്കണം. അപ്പോൾ ഈ ഫ്രൈഡേ രാവിലെയാണ് ഞങ്ങൾ അധികം സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോവാറ്. പിന്നെ ഇന്ന് ചിക്കൻ മാത്രമേ വാങ്ങിക്കാനുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ ഒറ്റയ്ക്ക് പോയത്. പിന്നെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടു, അടിച്ചു വീരി തുടച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ ഇന്നത്തെ ഒരു ഫ്രൈഡേൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഞങ്ങൾ തല നനയ്ക്കുന്ന ദിവസമാണ് കേട്ടോ. ആഴ്ചയിൽ 3 ദിവസം മാത്രമേ ഞാനും ധോമോളും തല നനയ്ക്കാറുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ ഇന്ന് ഓയിൽ ഡേ ആണ് ഞങ്ങളെ. അപ്പം ആൾക്ക് നന്നായിട്ട് ഡാൻഡ്രഫ് ഉണ്ട് ഇപ്പോൾ ഹെയറിൽ. അതുകൊണ്ട് തന്നെ മുഖത്തൊക്കെ ചെറിയ ഇങ്ങനെ പിമ്പിൾസ് പോലെ വന്നിട്ടുണ്ട്. അപ്പം ഡോക്ടറെ ലാസ്റ്റ് ഡേ കാണിച്ചപ്പം അതിനുള്ള ഓയിൽമെൻറ്റൊക്കെ തന്നിട്ടുണ്ട്, ഷാമ്പും തന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അവൾക്ക് ഒരു 3 മാസം മുതൽ അവൾക്ക് ഞാൻ ഈ ചെമ്പരത്തി ഓയിലാട്ടോ തേക്കാറ്. അത് അവൾക്കിത് ഇതുവരെ ചേഞ്ച് ചെയ്തിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് അവളെ ഹെയർ പണ്ട് നല്ലൊരു ബ്രൗൺ കളറായിരുന്നു കേട്ടോ. ഇപ്പം നല്ല ബ്ലാക്കായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് അവൾക്ക് ചെമ്പരത്തി ഓയിൽ തന്നെ കേട്ടോ. എനിക്ക് നല്ലൊരു ഓയിലായിട്ടാണ് തോന്നിയിട്ടുള്ളത് കേട്ടോ ഈ ചെമ്പരത്തി ഓയിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്രാവശ്യം നാട്ടിൽ നിന്ന് വരുമ്പം MS ഹെയർ ഓയിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ സ്കിൻ ഓയിലും വാങ്ങിച്ചിട്ടുണ്ട്, അതുപോലെ ഹെയർ ഓയിലും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം രണ്ടും നല്ലതാണ് കേട്ടോ. നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ ധോമോളെ തലയിൽ ഇപ്പോൾ ഒരാഴ്ചയായിട്ട് അവൾക്ക് ഷാമ്പു ഒക്കെ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് നല്ല മാറ്റമുണ്ട് കേട്ടോ ഡാൻഡ്രഫിന്. പിന്നെ അതുപോലെ തന്നെ മെയിലിപ്പോൾ അവൾക്ക് തേച്ച് കൊടുക്കുന്നത് ഈ അവരെ തന്നെ സ്കിൻ ഓയിലാണ് കേട്ടോ, MS ഹെയർ ഓയിലിൻ്റെ. ഇപ്പം ഞാൻ അവൾക്ക് തേക്കാൻ തുടങ്ങിയിട്ട് ഒരു 2 വീക്സൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ. അവൾ ഇവിടുന്ന് നാട്ടിൽ പോയ സമയത്ത് ഒരു 2 വയസ്സൊക്കെ ആയ സമയത്ത് നാട്ടിൽ പോയ സമയത്ത് ഈ കൊതുകിൻ്റെ അലർജി ഉണ്ടായിട്ട് അവളെ മേലും ഇതുപോലെ ആയിരുന്നു കേട്ടോ. ഇപ്പോൾ കുറേ മാറ്റമുണ്ട്. എന്നാലും ഈ കാലുമത്തതും ഇപ്പം പോയാലും അവൾക്ക് ഈ കൊതുക് കടിക്കും കേട്ടോ. കൊതുക് കടിച്ച് കഴിഞ്ഞാൽ അവൾക്ക് വലിയൊരു കുരുവായിട്ടൊരു ബ്ലാക്ക് സ്പോട്ടായിട്ട് മാറും. അങ്ങനെ അതിന് ഇപ്പം ഞാൻ ഈ ഓയിൽ തേച്ച് നോക്കുന്നുണ്ട്. കുറേയൊക്കെ മങ്ങുന്ന പോലെ തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ഞാൻ ഇവരെ ഹെയർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്, MS-ൻ്റെ തന്നെ. അപ്പോൾ എനിക്ക് നല്ല ഡാൻഡ്രഫിനൊക്കെ എല്ലാം മാറ്റമുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് അവൾക്കൊരു ഡോക്ടർ ഓയിൽമെൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ തേച്ച് കൊടുത്തു. ഞാനും എൻ്റെ സ്കിൻ കെയറൊക്കെ കഴിഞ്ഞു. എൻ്റെ മുഖത്ത് ഇതുപോലെ നന്നായിട്ട് ബ്ലാക്ക് സ്പോട്ടുകളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കത് മാറിയത് അലോവേര ജെല്ല് തേച്ചിട്ട് തന്നെയാണ് കേട്ടോ. ഞാൻ അതുകൊണ്ട് എപ്പോഴും അലോവേര ജെല്ലാണ് കേട്ടോ മോയ്സ്ചർ ക്രീമായിട്ട് യൂസ് ചെയ്യാറുള്ളത്. പിന്നെ നേരെ കിച്ചണിൽ പോയി നമ്മുടെ കപ്സൊക്കെയുള്ള പരിപാടികൾ തുടങ്ങിയിട്ടോ. അപ്പോൾ ഒരു സവാള, ഒരു ക്യാപ്സിക്കം, പിന്നെ ഒരു 2 തക്കാളി, ഇത് മാത്രം മതി കേട്ടോ. പിന്നെ കുറച്ച് വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കേട്ടോ. അത് നിർബന്ധമൊന്നുമില്ല, പക്ഷെ ഞാനതൊക്കെ ഇടാറുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനൊരു കടായി എടുത്തിട്ട് അതിലോട്ട് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിക്കുക. പിന്നെ നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിട്ടുള്ളതും, പിന്നെ അതിൻ്റെ മുന്നേ തന്നെ നമ്മുടെ കുറച്ച് പെപ്പറും പെപ്പർ കോൺസും
പിന്നെ അതുപോലെ നമ്മളെ മല്ലിയില്ലേ അതും പച്ചമല്ലിയും കൂടെ അതിൽ ഇട്ടുകൊടുത്തിട്ട് ഒന്ന് പൊട്ടുമ്പം ഇതൊക്കെ ഇട്ടിട്ടൊന്ന് നന്നായിട്ട് വഴറ്റുക കേട്ടോ. പിന്നെ ഇതിലേക്ക് കബ്സ മസാല ഉണ്ടെങ്കിൽ അതാണ് നല്ലത്, അല്ലെങ്കിൽ കുറച്ച് ഇല്ലെങ്കിൽ കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്താലും മതി കേട്ടോ, മഞ്ഞൾപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടാലും മതി. അപ്പോൾ എൻ്റെ അടുത്ത് കബ്സ മസാല ഉണ്ട് കേട്ടോ, പിന്നെ അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മുടെ ഡ്രൈ ലെമണും കൂടെ വേണം കേട്ടോ, അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. പിന്നെ മാഗി ക്യൂബ് കേട്ടോ, മാഗി ക്യൂബ് ഞാനൊരു പീസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. കാരണം പിന്നെ മാഗി ക്യൂബൊക്കെ ഇടുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. എനിക്ക് പ്രാവശ്യം നല്ലൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ മാഗി ക്യൂബ് 2 ഇട്ടു, ഉപ്പും ആവശ്യത്തിനിട്ടു, പക്ഷേ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. ഞാൻ ശരിക്കും ഇതിൻ്റെ റെസിപ്പി എടുക്കണമെന്ന് വിചാരിച്ചതായിരുന്നു. അപ്പം തന്നെ എനിക്കൊരു ഗസ്റ്റ് വന്നു കേട്ടോ. പിന്നെ ആൾ പോകാൻ കുറച്ച് ലേറ്റായി. അപ്പം ഞാൻ പിന്നെ ഇത് വീഡിയോയും കൂടെ എടുക്കാൻ സമയം കിട്ടിയില്ല. അടിപൊളി ടേസ്റ്റുള്ള ഒരു കപ്സയായിരുന്നു കേട്ടോ. എനിക്ക് റെസിപ്പിയൊക്കെ എടുക്കണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തായാലും ഞാൻ ഇനി വേറൊരു ദിവസം എടുക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾ പിന്നെ കുറച്ച് നേരം കിടന്നു കേട്ടോ, ഉറങ്ങിയിട്ടൊന്നുമില്ല. പിന്നെ ഒരു 3:30 മണിയായപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങി കേട്ടോ. അപ്പോൾ ഹസ്ബൻഡിന് ഇന്ന് ഭയങ്കര ആഗ്രഹം പാനിപൂരി കഴിക്കാൻ കേട്ടോ. അങ്ങനെ ഞങ്ങൾ പാനിപൂരി അവിടെയുള്ള മെസ്ബാൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്വീറ്റ്സ് ആൻഡ് ചാറ്റ് ഷോപ്പിൽ കയറി. അവിടെ കയറിയിട്ട് പാനിപൂരി, പിന്നെ ദോമോക്ക് പ്ലെയിൻ പൂരി കേട്ടോ വാങ്ങിച്ചേക്കുന്നത്, അവളതായി കഴിക്കുള്ളൂ. പിന്നെ ഞാനൊരു ദഹിപൂരിയും കൂടെ വാങ്ങിച്ചു. പിന്നെ അവിടുത്തെ ഒരു സ്പെഷ്യൽ ഫലൂദ കേട്ടോ, അതും കൂടെ കഴിച്ചു. പിന്നെ നേരെ ഇപ്പോൾ അവിടെ നിന്ന് പോയത് നമ്മൾ ഗലേറിയ മോളിലാട്ടോ ഫനാത്തീർ. അപ്പോൾ ദോമോള് പറഞ്ഞു 2 ഫ്ലൈറ്റ് ഒരുമിച്ച് പോകുന്നു പറഞ്ഞപ്പോൾ ഞാൻ നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ശരിയാണ് കേട്ടോ, അടുത്തടുത്ത് പോകുന്ന മാതിരി തോന്നും കേട്ടോ ഇവിടുന്ന് നോക്കുമ്പോൾ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ഫനാത്തീർ കേട്ടോ. അവിടെ കാര്യമായിട്ടൊന്നും വാങ്ങിക്കാനൊന്നുമില്ല, ചുമ്മാ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഫ്രൈഡേ പോകണമല്ലോ വിചാരിച്ച് പോവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ പോയപ്പോണ്ട് ഗലേറിയ മോളിൽ ഇതുപോലെ സെയിലിന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ പെയിൻറ്റിങ്, അതുപോലെ നമ്മുടെ കുറേ എന്തൊക്കെ സംഭവങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഡ്രസ്സുകൾ അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ക്യാഷ് എടുത്താൽ ഇതൊക്കെ വാങ്ങിക്കാം കേട്ടോ. ഒരു പെയിൻറ്റിന് 140 റിയാൽ വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇനി 240 കേട്ടോ അവർ പറഞ്ഞത്. പക്ഷെ അത്രക്കുള്ളതൊക്കെ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. മാക്സിലൊക്കെ ഞാൻ അതിന് ഓഫറിലൊക്കെ 100 റിയാലിനൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവിടെ വേണമെങ്കിൽ നമുക്ക് പെയിൻറ്റിങ്, കുട്ടികൾക്ക് പെയിൻറ്റ് ചെയ്യാം, ഡ്രോ ചെയ്യാം. പിന്നെ ഷുഗർ പ്രഷറൊക്കെ ഫ്രീ ആയിട്ട് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അന്ന് ഡയബറ്റിക് ഡേ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഷുഗറൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ഹസ്ബൻഡ് അതൊക്കെ നോക്കിയിട്ട് അവർക്ക് ഷുഗറൊന്നുമില്ല. പിന്നെ അതുപോലെ ദോമോൾ അവിടുന്ന് പെയിൻറ്റ് ചെയ്തപ്പോൾ അവരൊരു ലവിൻ്റെ ഒരു സ്റ്റിക്കറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആൾ ഡ്രോ ചെയ്യാനും കയറി കേട്ടോ. ഭയങ്കര പോസ്റ്റ് അടിക്കലായിരുന്നു ഞാനും ഹസ്ബൻഡും. കാരണം അവളത് വരെയില്ല, അവളെ ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് ഈ ഡ്രോയിങ് കേട്ടോ അവൾക്ക് കേട്ടോ. അതുകൊണ്ട് അവൾ ഡ്രോ ചെയ്താണ് 2 പൂച്ചക്കുട്ടികളെ കേട്ടോ. അതൊക്കെ ചെയ്തു. പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കോർട്ട് പോയിട്ടോ. അപ്പോൾ തന്നെ ടൈം ഒരു 8 മണി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ കുടൂന്ന് സാൻഡ്വിച്ചും, പിന്നെ അതുപോലെ അവൾക്ക് കിഡ്സ് മീലും, പിന്നെ ഒരു ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഒരു ചീസി ഫ്രഞ്ച് ഫ്രൈസ് ഓർഡർ ചെയ്തു. ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾ നേരെ പിന്നെ വീട്ടിൽ പോയിട്ട്, കാരണം നാളെ രാവിലെ നോക്കി എണീക്കണം, മദ്രസയാണുള്ളത്. അപ്പോൾ ഒരു 6:30 എണീറ്റ് പോകണം കേട്ടോ. അതുകൊണ്ട് തന്നെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിൽ പോയി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് സബ്സ്ക്രൈബും ചെയ്യാം ഓർ വീഡിയോസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഓക്കെ, ബൈ.